അത് ഒന്നും കാണാനില്ല. സമയം ഇപ്പം 8 മണിയായി. ഇത്രയും കുറവായിട്ട് പ്രതീക്ഷിച്ചതേ ഇല്ല. മീനോട്ടെന്നാണ് കാണിച്ചേ. ഡാമല്ല, ഇത് റിസർവോയർ പോലെ. അങ്ങനെ 22 കിലോമീറ്റർ മൊത്തം യെല്ലോ കോമൺ ചിത്രശലഭം. കാര്യം അറിയാമെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടിട്ട് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നൊരു ചെറിയ തീർത്ഥാടന യാത്ര പോലെ ചെറിയൊരു വ്ളോഗാണ്. നമ്മളുടെ ഗിരി അതുപോലെ തന്നെ കാർത്തികമൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഓൾറെഡി റെക്കോർഡ് ചെയ്താൽ നിൽക്കുള്ളൂ. പക്ഷേ ഞാൻ ഒരു മൈക്ക് പുതിയ വാങ്ങിച്ചാൽ ഡിജിറ്റൊക്കെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ആ മൈക്ക് ഞാൻ കറക്റ്റ് അത് അഡാപ്റ്ററിൽ കുത്തിയില്ലായിരുന്നു. അപ്പം അത് റെക്കോർഡ് ചെയ്തില്ല ചുവ നേരെ. ഞാൻ മൈക്ക് ഉപയോഗിച്ച് ഇനിയിപ്പോൾ അല്ലാതെ ഫോൺ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഈ വീഡിയോയ്ക്ക് നമ്മൾ ഒട്ടുമിക്ക എല്ലാ HDR 10+ ചുമ്മാ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. ആദ്യം ലോഗി റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ സ്റ്റോറേജ് നല്ല രീതിയാണ്. എൻ്റെ ഫയൽ സൈസ് കുറച്ച് ഫയൽസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിനി ലോഗി റെക്കോർഡ് ഞാൻ കളക്ട് നോക്കാം. സോ അത്രയേ ഉള്ളൂ. നമുക്കിനി കാത്തിനെ ഗിരിയും വിളിക്കാനായിട്ടുള്ള വീട്ടിലോട്ട് പോകണം. പൂട്ടിയിരുന്നു ഒരാൾ പറ്റി അടിച്ചുകൊണ്ട് വരിക്കാൻ വേണ്ടി വോൾട്ടിനെ പൂട്ടി കിട്ടും. വോൾട്ടേ അതേപോലെ കാറിൻ്റെ മണ്ട എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഹാൻഡ് ബ്രേക്ക് കയറി ടൈറ്റായിരുന്നു ബാക്കിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഹാൻഡ് ബ്രേക്ക് കയറി ഹാൻഡ് ബ്രേക്ക് അല്ല, ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ മേലിലൊരു മൈക്രോഫൈബർ ക്ലോത്ത് ഉണ്ടായിരുന്നു. അതറിഞ്ഞില്ല. അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അനിയത്തിയാണ് പറഞ്ഞത് ഇതേപോലെ എന്തൊരു മൈക്രോഫൈബർ ക്ലോത്ത് കാണാൻ തന്നെ നടന്നിരുന്നേ. അങ്ങനെ പിന്നെ മനസ്സിലായി അത് ഈ വണ്ടിയുടെ മണ്ടയിരുന്നായിരുന്നു. അങ്ങനെ കാറ്റടിച്ച് അത് പോയത്. ഇനിയെങ്കിൽ ഇതൊക്കെ വിട്ട് പോവാം. ഫ്രണ്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. പക്ഷേ ചൂറടിക്കത്തില്ല. ആ രീതിക്കാണ് ഇത് തന്നേക്കുന്നത്. അച്ഛൻ പറഞ്ഞ ഇത്രയും കളർ മീൻസ് കുറവാണ് അച്ഛൻ പറയുന്നത്. അതിൽ സൗദിയിലേക്ക് ഇതുപോലെ ഭയങ്കരമായിട്ടുണ്ടോ? സോ ഇനി എങ്ങനെയാ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ നല്ല കോട കിട്ടി. കോട ഇപ്പോൾ സമയം 7 മണിയായി. എന്നാലും ഇപ്പോൾ കോട പോലെ എന്നിട്ട് നല്ല മഴയായിരുന്നു. ശരിയാ, നല്ല രസമാണ് കാണാൻ. ഒന്നും കാണത്തില്ല. അങ്ങനെ കാർത്തിനെ കിട്ടി. കാർത്തിക മുണ്ടിലാണ് ബായ വരുന്നു. എൻ്റെ ഒരു വീഡിയോ HDR 10 എടുക്കാന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എപ്പോൾ നോക്കിയപ്പോൾ മിക്കത് ഓഫാണ് മിക്കതിനകത്തും. സോ ഈ പ്രാവശ്യം ക്യാൻസൽ. സോ നമ്മളിപ്പം കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോവുകയാണ്. സോ ഇത് നമ്മുടെ പുതിയ അനോഡായിട്ടാണ്. അതിനകത്ത് വെട്ടം ഇച്ചിരി കുറവാണ്. വെട്ടം ഇച്ചിരി കുത്തരം കാണാൻ പറ്റും. അതിനകത്തിപ്പോൾ വയർലെസ് അനോഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം സംതിങ് അറൗണ്ട് 30 കിലോമീറ്റർ ഉണ്ട്. 46 മിനിറ്റ് ഉണ്ട്. വലിയ ട്രാഫിക്കൊന്നും ഇല്ല. അതുകൊണ്ട് മേത്തങ്ങിച്ചില്ല. കാലത്ത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നോക്കട്ടെ. പറ്റുവാണെങ്കിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് മറ്റേ പഴയ പിനാക്കിൾ വ്യൂ പോയിന്റ് കാണിക്കാൻ നോക്കട്ടെ. നമ്മൾ ചേമ്പിലെത്തി. നോക്കട്ടെ. ഇല്ലേ നേരത്തെ പറഞ്ഞ ആ ഒരു പിനാക്കിൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ്. മിക്കവാറും റബ്ബറൊക്കെ മൂടി നല്ല ഇതായിരിക്കും.
വേനലവധിക്ക് വൃശ്ചിക മാസത്തിലെ മഞ്ഞ്. അതാണ് മൊത്തത്തിൽ ക്ലൈമറ്റ് മൊത്തം ചേഞ്ച് ആയിരിക്കുക. നമ്മളങ്ങനെ പിനാക്കിൾ വ്യൂ പോയിന്റ് എത്തി. പക്ഷേ കാണാൻ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം ഇവിടെ ആയിരുന്നു ആ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. കിഡ് സ്ഥലമാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. ഇറങ്ങിയാലും കണ്ടോ, ഇറങ്ങിയാലും ഒന്നും അധികം കാണാൻ പറ്റാത്ത രീതിക്കാണ്. റബ്ബർ വലിച്ചു പോയി, ഇല്ലെങ്കിൽ സെറ്റായത്. ഇവരൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു രാവിലെയൊക്കെ. നമ്മൾ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, റബ്ബർ വളർന്നതോടെ ഒരു വ്യൂ പോയിന്റിൻ്റെ അതങ്ങ് പോയി. സെറ്റായിരുന്നു. ഇവർക്ക് ആരും ഇല്ലെങ്കിൽ ഇവർക്ക് വെള്ളമടിയ സെറ്റാണെന്ന് തോന്നുന്നുണ്ട്. മൊത്തം കുപ്പിയും എല്ലാം കിടപ്പുണ്ട്. പോവാണോ? എങ്കിൽ ഓക്കെ പാപ്പ, നിങ്ങളെങ്കിൽ പോവാം. അതെ, ഒന്നും കാണാനില്ല. സമയം ഇപ്പം 8 മണിയായി. ഇത്രയും കോളായിട്ട് പ്രതീക്ഷതേ ഇല്ല. എന്നാലും സമയം 8 മണിയായി. ഇതിനേക്കാളുണ്ടെങ്കിൽ 3-4 പോകണ്ട അല്ലേ? അത്രയും കോളേ ഒന്നും കാണാൻ വേറെ. ഒരു ഇടുക്കി മൂന്നാറൊക്കെ എത്തിയൊരു പ്രതീതിയുണ്ട് ഇപ്പോൾ. ഒരു ഇടുക്കി മൂന്നാറൊക്കെ എത്തിയ പ്രതീതിയുണ്ട് ഇപ്പോൾ. അത്രയ്ക്കും കോളായിരുന്നു. സമയം ഇപ്പോൾ 8 മണി അടുപ്പിച്ചാവുന്നുണ്ട്. ഒരു വണ്ടി കയറ്റം കയറി വരുമായിരുന്നു. ചെറിയതാ. പിന്നെ ചില സ്ഥലങ്ങളിൽ വണ്ടി ഒന്നും വരുന്ന അറിയത്ത് പോലും ഇല്ല. പക്ഷെ ക്യാമറ നല്ല വിസിബിളാണ്. പക്ഷെ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പം തന്നെ അത് കൊടുക്കും. നമുക്ക് ക്യാമറ വഴി കാണാൻ പറ്റില്ല. ബമ്പ് എന്തോ സംതിങ് ഉള്ള പോലെ. പക്ഷേ നേക്കറ കൊണ്ട് കാണാൻ പറ്റില്ലായിരുന്നു. ഹമ്പല്ലായിരുന്നു. ഹമ്പ് ചെറുതായിട്ടുണ്ടായിരുന്നു. നമ്മളീ പോകുന്ന റൂട്ട് ഭയങ്കര വലിയ വളവുള്ള റൂട്ടാണ്. ഇപ്പം തന്നെ അവർക്ക് ആക്സിഡന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ കുളത്തൂപ്പ് പോകുന്ന റൂട്ട് പോയവർക്കറിയാം. ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത വളവാണ്. അമ്മാതിരി വളവുണ്ട്. ഇപ്പം ഒരു അയ്യത്ത് പോയി വണ്ടി പോയി കയറി. അവിടെ കുറേ ആൾക്കാർ റെക്കോർഡ് ചെയ്തില്ല. താല്പര്യമല്ലോ ജസ്റ്റ് പിടിച്ചിട്ട്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളൊക്കെ തുടങ്ങുന്ന 5-ൽ നിന്നാണ് തുടങ്ങുന്നത്. ഇൻഫർമേഷൻ ബാസ് നമ്മുടെ കാത്തിപ്പോയാണ്. കുളത്തൂപ്പുഴ ബാലശാസ്താക്ഷറിൽ വന്നു. വണ്ടി വന്നു. സോ നമ്മളങ്ങനെ അമ്പലത്തിൽ എത്തി. ഇപ്പം പണി നടക്കും കേട്ടോ. പക്ഷെ നേരത്തെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മീനുണ്ട്. ഇവരുടെ വിശേഷത്താൽ കാണുന്ന ഒരു മീനുണ്ടായിരുന്നു. മീനെ പിടിക്കുക. ആദ്യം പോയി വണ്ടി പറക്കിയിട്ട് വണ്ടി വരുന്നു. വണ്ടി വരുന്നു. ഓ വണ്ടി വരുന്നു. നമുക്ക് നോക്കാം. വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ വീഡിയോ കാര്യം പറയാം. അമ്പലത്തിൽ എത്തി. അങ്ങനെ കാർത്തിയും കിട്ടുമല്ലോ അവരുടെ ഒന്ന് പോയി. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാം. എന്തിയാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ തുടങ്ങി. അതിന് നമ്മൾ
ഉള്ള മീൻ കാർത്തിയും കിരിയൊക്കെ ഓൾറെഡി അങ്ങ് പോയെന്ന് തോന്നുന്നു. അതിൽ പൊരി വാങ്ങിക്കാനായിട്ടോ അവിടെ ഓൾറെഡി ചെന്ന് നിൽപ്പുണ്ട്. ഞാനും എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് പോവാം. അവിടെ ഞാൻ പറഞ്ഞ കാർത്തിയും കിരി പറയാൻ അവരെ കറ പണിക്കുവന്നു. അപ്പോൾ അവരുടെ ഈ സാധനം വാങ്ങിച്ചു. ഇപ്പോൾ ഈ സംഭവം നമ്മുടെ മീനൂട്ടെന്നാണ് ആ ഒരു ചടങ്ങ്. അങ്ങനെ ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാവരും ബേസിക്കലി മീനിനെ ഫീഡ് ചെയ്യാനായിട്ട് ഇവരുടെ കടയിൽ നിന്ന്. ഇത് എത്ര രൂപ? 50 രൂപയാണ് കേട്ടോ. ഒന്ന് പിടിക്കാം. നമ്മുടെ ഗിരിച്ചേട്ടനാണെങ്കിൽ മീനോട്ട് നടത്താൻ പോവാണ്. അപ്പം നോക്കി കാണാം. ഗിരിയെ ആദ്യത്തെ പ്രാവശ്യം പോയി. ചില കൈ കുറച്ച് എടുത്തരുക. എനിക്ക് വരാൻ പാത്രം വന്നു. അമ്മ പാത്രം കൊണ്ടിരുന്നു. താങ്ക്സ്. വീട്ടിൻ്റെ തലയ്ക്ക് നേരത്തെ ഒഴിഞ്ഞ് കാണാനാണെന്ന് പറഞ്ഞത്. വെയിറ്റില്ലാത്തതുകൊണ്ട് നോക്കട്ടെ. ഇപ്പം കുഴിയുണ്ടോ? പോരാ. കപ്പലിലാണ് എനിക്ക് തോന്നുന്നത് അത് കഴിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ വലിയ എഫക്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് അറിയാൻ പറ്റിയ ഐതിഹ്യപ്രകാരം ഇവരുടെ ഏതൊരു പുള്ളിക്കാരത്തൊരു മീനെ പിടിച്ച് ചൂണ്ടയിട്ട് പിടിച്ചു. പിന്നെ പുള്ളിക്കാരൻ ഇതേപോലെ വയറുവേദനയൊക്കെ ആയി. അങ്ങനെ ഇഷ്യൂയൊക്കെ ആയപ്പം ഇവർ തന്നെ ഒരു പഞ്ചലോകത്തിൽ ഒരു മീനൊക്കെ പഞ്ഞു വെച്ചെന്ന് അറിയാൻ കഴിഞ്ഞത്. മീനൂട്ടെന്ന് പറഞ്ഞ പരിപാടി നടത്തി. നേരത്തെ ഒന്നുമില്ലായിരുന്നു. നേരത്തെ ഇതുപോലെ പൊരിയും അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന പതിവായിരുന്നു നേരത്തെ ഉള്ളത്. നമ്മൾ നേരത്തെ എനിക്കൊന്ന് അറൗണ്ട് ഒരു 2-3 ഇയേഴ്സ് മുമ്പ് വന്നിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. കാലത്ത് ഇതുവരെ ഫോട്ടോയും മീനെ എടുക്കാനൊക്കെയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ശിവറങ്ങുമില്ല. അവർ ആ പൊരി കൊടുക്കുന്ന ഭാഗത്തായിട്ടേ ഉള്ളൂ മീനുള്ളത്. വെള്ളമൊക്കെ വല്ലാത്തൊരു കളറല്ലേ. മലരൊന്നും വേണ്ടെന്ന് തോന്നുന്നു. കപ്പലിൻ്റെയാണ് അധികം പ്രിയമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ മലർ ഒത്തിരി മേളിൽ കിടപ്പുണ്ട്. കണ്ട് ഇതാ പറഞ്ഞ വേറെ ഡിസൈൻ എലമെന്റ് ഉള്ളവരും എന്ന് പറയുന്നത്. കാർത്തികേ കാണീറോടാ ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ കാണിക്കാം. ഇതെല്ലാം വാങ്ങിയതോ? അല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ കണ്ട് അതാണ് ഇപ്പം കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ടെക്സ്ചർ വരുന്ന ആ ഒരു മീൻ. അതാണ് മയിൽവാക എന്ന് പറയുന്നത്. മയിലാണ് പുലി അങ്ങനെയൊക്കെ ഉണ്ടോ? പുലിയോ? രണ്ടെണ്ണമുണ്ട്. കണ്ടോ? അതാണ് ഇപ്പോൾ ഒരു ഓന്തിനെ കിട്ടി. കാർത്തി നല്ലൊരു മേക്കർ കിട്ടുന്നുണ്ട്. പറ്റുമെന്നെ കാണിക്കാം. അവ എത്ര സ്പീഷ്യസിനെ നമ്മൾ കാർത്തി ഇപ്പോൾ കാണിച്ചു തന്നതാണ്. ഇതുണ്ടോ? വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഫുൾ ടൈം പണി ഇപ്പോൾ ഇതായിട്ടാ. ഇറങ്ങി ഒട്ടനെ ക്യാമറ കൂടെ ഇറങ്ങുക. എന്നിട്ട് പിന്നെ കുറേ മാക്രോ എടുക്കുക. പോയില്ല പിന്നെ ഞങ്ങൾ പോവാം. ചാച്ചാ ബാ ബാ നീയാണ് എടുത്തേനെ. കാർത്തിക് പറഞ്ഞതിനെ വേണമെങ്കിൽ കൈ എടുക്കാന്ന്. അല്ലെങ്കിൽ വേണ്ട. ഏതോ കിളിയെ കാർത്തേനെ കിട്ടി. കാർത്തി അതിൻ്റെ പുറകെ പോയി. അത് ഊഞ്ഞാലാകുമോ ആ കിരി? കഴിക്കാന്ന് പറഞ്ഞാൽ ഓൾറെഡി വീട്ടിൽ നിന്ന് ആഹാര സാധനങ്ങൾ പാക്ക് ചെയ്തായിരുന്നു. ലെവലിലൊന്നും ആൾക്കാർ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരിൽ നിന്ന് കഴിക്കാമെന്നുണ്ട്. ഈ ലെവൽ തന്നത്തോ അല്ലെങ്കിൽ കാറിലോ അല്ലെങ്കിൽ വലിയ റോഡ് സൈഡിലോ ഇറങ്ങി കഴിക്കാൻ വിചാരിച്ചത്. അങ്ങനെ കഴിക്കാൻ പോട്ടെ. ഫോൺ ഭയങ്കര അങ്ങ് ചൂടാവും കേട്ടോ. ഒരു രക്ഷയില്ല. ഭയങ്കര ചൂട്. കാറിനെ നോട്ട് വലിയ ചൂടില്ല കേട്ടോ കാറിൻ്റെ. അത് അതിന് ശേഷം അതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ
വെയിലടിക്കുന്നുണ്ട് തുറന്നപ്പോൾ. പക്ഷേ കൂൾ ഫിലിം ആക്ച്വലി വർക്കിംഗ് ആണ്. തുറന്നില്ല, ഇപ്പോഴാണ് വന്ന് തുറന്നത്. നല്ല ടെമ്പറേച്ചർ കുറവുണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് ഇരുന്നാൽ ഇപ്പോൾ പുഴുങ്ങിയാണ്. വണ്ടി അതിൽ ചൂടുണ്ടോ? അയ്യോ പറഞ്ഞാൽ ഇല്ല. കൂൾ ഫിലിം ആക്ച്വലി വർക്കിംഗ് ആണ് ഇപ്പോൾ. അങ്ങനെയെങ്കിൽ വെളി റോഡ് സൈഡിൽ വല്ലതും നിർത്തി കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനൊരു കിട്ടുന്ന വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ ആക്ച്വൽ സിസ്റ്റത്തിനേക്കാൾ ഡൗൺ ഗ്രേഡാണ് തികച്ചും ഈ സാധനം. പിന്നെ ഇച്ചിരി വലിയ ഡിസ്പ്ലേ ആണേ ഉള്ളൂ. വല്ലാത്ത റിഗ്രറ്റ് തോന്നി ഈ സാധനം വെച്ചതില്ല. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഗൈഡ് ലൈൻസും എല്ലാം മാറി. ജസ്റ്റ് ഇച്ചിരി ക്യാമറ ക്ലാരിറ്റി കൂടി, അത്രേ ഉള്ളൂ. എല്ലാ ഡിഫറൻസ് ഒന്നുമില്ല. സീരിയൽ കിട്ടോ. സോ നമ്മൾ ഇതിൽ പോവാണ്. പറയാൻ കഴിഞ്ഞ വെച്ചാൽ ഇതിപ്പം ഇത് ചെറിയൊരു പാലമാണ്. വൺ വേ നമുക്ക് വണ്ടി പോകാൻ പറ്റുള്ളൂ, അല്ലെ 2 ബൈക്ക് അങ്ങനെ പോകാൻ പറ്റും. അപ്പം അവരുടെ പാലം പുതിയായിട്ട് പണിയുകയായിരുന്നു. സോ ആക്ച്വലി വി ആർ ഗോയിങ് ടു ദി അച്ചൻകോവിൽ ടെമ്പിൾ ആൻഡ് വി വാണ്ട് ടു ടേക്ക് അവർ breakfast. So we want to find a suitable location for that. I think we want to find a location under the tree itself that give a better shade for that. കാർത്തിക ഓൾറെഡി പറഞ്ഞത് മ്യൂസിയത്തിൽ വന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് മ്യൂസിയം ആണ്. ഫോറസ്റ്റ് മ്യൂസിയം അല്ലേ? ഇത് ഫോറസ്റ്റ് മ്യൂസിയം, കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം ആണത്. സോ നമ്മൾ കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ വന്നു. നമ്മൾ ഒരു സ്ഥലം കുറച്ച് കഴിഞ്ഞ് നല്ല സ്ഥലം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചെറിയ സിറ്റി പോലാണ്. ഇപ്പോഴും കേരളത്തിലെ റേഞ്ച് കെട്ടാവെന്ന് പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇപ്പം കുളത്തൂപ്പുഴയ്ക്ക് വേറെ അല്ല, ലൊക്കേഷൻ തന്നെയാണ്. റേഞ്ച് കെട്ടാ. എയർടെൽ പറഞ്ഞ റേഞ്ച് ഇല്ല, റേഞ്ച് ഇത് പറഞ്ഞു. സോ നമ്മളങ്ങനെ കട്ടിങ് നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഒരു ലൊക്കേഷൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ നല്ല കട്ടിങ് ആണ്, ഇറക്കാൻ ചെറിയ പാടുകളാണ്. അടിയിൽ ചവിട്ടല്ലേ വളവാ. പോട്ട് അച്ഛൻ പോട്ടച്ചാ. ഇനിയുണ്ട് ഇനിയും കിട്ടും. ഞാൻ അങ്ങനെ കുറെ നേരത്തെ ഒതുക്കാനായിട്ട് നോക്കുമോ ഞാനല്ല അച്ഛൻ. സംഭവം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചാണെങ്കിൽ മൊത്തവും ചെളിവെള്ളം അതൊക്കെ ആയിരുന്നു. പിന്നെ മൊത്തവും പ്ലാസ്റ്റിക് വാരി ഇട്ടേക്കും. മൊത്തം കഴിച്ചതിൻ്റെ ആണോ ഒട്ടും ഞാൻ കാണുന്ന മൊത്തം അല്ലേ കുടിവെള്ള കുപ്പിയറ കഴിക്കാൻ മൊത്തം. ഇവിടെ അത് വേണ്ട, അവരെ അത് തന്നെ വെള്ളം കണ്ടോ. പിന്നെ ഇടയ്ക്ക് പൈപ്പ് കുഴിച്ചിട്ടല്ലേ, പൈപ്പ് കുഴിച്ചിട്ട് ബാക്കിയത് മൂടിയിട്ടേക്കോ. ഇനി അവരെ വല്ല ഇറക്കിയാണെങ്കിൽ പിന്നെ പൊതഞ്ഞു എല്ലാം പോയാൽ പിന്നെ അത് വെള്ളം ഇറക്കണം. പൊതുവെ ഡ്രൈവൊന്നും അല്ലല്ലോ. ഇവർ ഞാൻ പണ്ട് വന്നിട്ടുണ്ടല്ലോ. ഞാൻ NCCയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ അല്ല ബോട്ടിംഗ് സ്ഥലമില്ലയോ? ഡാമല്ല ഇത്, ഡാമല്ല ഇത് റിസർവോയർ പോലെ. ഉണ്ട്, എനിക്ക് മനസ്സിലായി, കണ്ടിട്ടുണ്ട് സംഭവം. അത് തന്നെ സംഭവം എന്ന് വെച്ചാൽ ഇതച്ചാ മറ്റേ വെള്ളം തളർന്നില്ലയോ. അങ്ങനെ സ്ഥലം കിട്ടി. റബ്ബറും കട ഇല്ല. നമുക്ക് ഇവർ ഇറങ്ങി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഉറപ്പായി പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നു ഞാൻ. എങ്ങനെയാ പാത്രത്തിലൊക്കെ നമ്മുടെ മിനി വ്ളോഗർ ഇറക്കി വ്ളോഗ് എടുക്കുമെന്ന് പറഞ്ഞില്ല. അത് ഇത്ര നേരം ഞാൻ ഒരാളില്ല. അതുകൊണ്ട് ഗിരിയറ വ്ളോഗിങ് സ്റ്റാർട്ടിങ് ഈ കാട്ടി വെച്ച് തുടങ്ങുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. താഴെ നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് എല്ലാം വാരി വെച്ചിട്ട് ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം പ്ലാസ്റ്റിക് ഉണ്ട്. നമ്മുടെ പരിപാടി കറക്കട്ടെ. ഇത് ഏട് വേണ്ട. ജസ്റ്റ് വൈബ് പിടിക്കാനായിട്ട് നമ്മളൊരു പുതിയ സ്പീക്കർ വാങ്ങിച്ചായിരുന്നു. ട്രിബിറ്റിൻ്റെ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയില്ലായിരുന്നു. ഒത്തിരി ഇത് നോക്കിയിട്ടാണ് ഞാൻ ഇത് സ്പീക്കർ എടുത്തത്. സംഭവം എന്ന് പറഞ്ഞിട്ടേക്ക് ഇത് ട്രിബിറ്റിൻ്റെ സ്പീക്കറാണ്. ട്രിബിറ്റ് എന്ന് പറഞ്ഞിട്ടേക്ക് ട്രിബിറ്റ് സ്റ്റോം ബോക്സ് മിനി സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് തന്നെ. ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ 2000 റേഞ്ച് വരുന്ന റേഞ്ചിൽ നല്ലൊരു സ്പീക്കർ, നല്ല ഓഡിയോ ക്വാളിറ്റി, അതേപോലെ തന്നെ മിഡ്സും ബേസും ഒക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പീക്കറാണിത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ല. ഞാൻ ഇന്നലെ വാങ്ങിച്ചേ ഉള്ളൂ. ഇന്നിപ്പോൾ അതിൻ്റെ ഇനി ബാക്കിയെല്ലാം നോക്കിയിട്ട് ഫുൾ റിവ്യൂ ഞാൻ
ചാനൽ ഇരുന്നായിരിക്കും. നമുക്കങ്ങനെ ഒരു മലയെണ്ണാനെ കിട്ടി. കാർത്തിക് പറഞ്ഞ അവിടെ ഉണ്ടെന്ന്, എവിടാന്ന് അറിയാൻ മേല. വണ്ടി തരണേ. നീ കയറി തന്നെ, റോഡിൽ നിന്ന് കയറി തന്നെ. ഇത് ഫ്രീക്കന്മാരെ കളിയാക്കി പോയാ കണ്ടില്ലേ? കിട്ടിയാനൊക്കെ എനിക്ക് ചെറിയതായിട്ട് കിട്ടിയില്ല, ഫുള്ളായിട്ട് കിട്ടില്ലെന്ന് തോന്നുന്നു. എവിടെ കണ്ടില്ല? അതാ ഉണ്ട്, കാണാൻ പറ്റും. ഇറങ്ങല്ലേ, വണ്ടി വരും. അങ്ങ് പോയി. സോ നമ്മൾ ഇനി കഴിക്കാമെങ്കിൽ പോട്ടെ. നല്ലൊരു വിഷ്വല്, കൊള്ളാം. വണ്ടിയൊന്നുമില്ലല്ലോ. എന്താ വെച്ചാൽ കഴിക്കാൻ? ചപ്പാത്തിയും ചമ്മന്തിയും. ഇതെന്തോ? അച്ചാറ്. അതായിരിക്കുന്നു. ഓക്കെ, എനിക്ക് പോയി ഇനി കഴിച്ചിട്ട് വരാം. കൈ കഴുകാൻ മറന്നുപോയി. അമ്മ കൈ കഴിക്കുന്നു. നമ്മൾ കിളിയെ തപ്പുക. ബേജ് ആപ്ലിക്കേഷൻ വെച്ച് കിളിയെ തപ്പിക്കൊണ്ടിരിക്കുക. കിളി നിർത്തി. വേറെ കഴിക്കടാ, ഞാൻ കഴിച്ചിട്ട് വരാം. ബാ, അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞു. ആരും തന്നെ ഇവിടെ വരുമ്പോൾ ആഹാര സാധനമായി പരമാവധി വരുമ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് റീയൂസബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ യൂസ് ചെയ്ത് പരമാവധി എല്ലാവരും പ്രകൃതിയെ സംരക്ഷിക്കുക. കാർത്തിക പറഞ്ഞ കേട്ടോ. ഒന്നുള്ള ശരിയായ പ്രവണതയല്ല ഒരിക്കലും. കാരണം നമ്മൾ ഓരോരുത്തരും നേരെയായാൽ മാത്രമേ മൊത്തത്തിൽ എല്ലാവരും നേരെ ആവത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത്. അല്ല, നേരെ കാണാം. എന്തുവാണെങ്കിൽ റോഡിൽ നിൽക്കുന്ന ഫോട്ടോ വണ്ടിയില്ല. ബാ, കിളിയെ കിട്ടി. കാർത്തികത്തെ കിളിയെ പിടിക്കാൻ ഇതാ പോകുന്നു. എടുക്കും, ചുമ്മാ ഇറക്കല്ല. സോ നമ്മളങ്ങനെ ആഹാരമെല്ലാം കഴിച്ചു. നമ്മളിപ്പോൾ ഇരുന്ന് പോവാണ്. നമ്മളായിട്ട് ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, ക്ലിയറാണ്. വേറെ കയറണേ. ഇനി പോകുന്നത് അച്ചൻകോവിൽ അമ്പലത്തിലേക്കാണ്. കറക്റ്റാണെന്ന് പറയാം. അപ്പോൾ റേഞ്ചെല്ലാം കട്ടായി കിടക്കുക. അതുകൊണ്ട് നോക്കട്ടെ, റേഞ്ച് കിട്ടുമ്പോഴേ ഇനി എത്ര കിലോമീറ്റർ ഒന്ന് അറിയാൻ പറ്റും. നമ്മൾ ഇവരാണ് നേരത്തെ വലിയ വിളിച്ച് കയറിയത്. ഇവിടെ കയറാൻ പറ്റും. വഴി ഉണ്ടായിരുന്നു. തമിഴ്നാട് അച്ചയാറായി. ഡ്രോൺ വല്ല വേണോ? കേരളത്തിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് പെട്രോൾ പമ്പിൽ കയറി. ഇവിടുത്തെ ഡിഫറൻസ് നോക്കണേ, എത്ര രൂപയാണ്. ഇവിടെ വില വ്യത്യാസമൊന്നുമില്ല. ഇവർക്ക് 101 രൂപയാണ്. നമ്മുടെ അവിടെ ആണെങ്കിൽ 106 രൂപ 95 പൈസ സംതിങ്. എങ്ങനെയാലും 107 രൂപ അടിച്ചായിരുന്നു. നമ്മൾ KSRTC നമ്മൾ പ്രാവശ്യം കണ്ടു. പക്ഷേ സ്ഥലമില്ല. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ചെറിയ റോഡാട്ടോ. നമ്മളങ്ങനെ തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അച്ചൻകോവിൽ എത്താറായി. 22 കിലോമീറ്ററേ ഉള്ളൂ. ഇവർ ആരും ഹെൽമെറ്റ് വെക്കുന്നില്ല, ആരുമില്ല. ചില കേരളത്തിൽ നിന്ന് വരുന്ന ചില ബൈക്കേഴ്സ് അല്ലാതെ വേറെ ആരും ഹെൽമെറ്റ് വെക്കുന്നില്ല. അതും പോരാത്തതിന് അത് കമ്മിയാണ്. അത് ലോഡ് സെക്ഷനാണ്. ഇപ്പോൾ ഒരു ജൂപ്പിറ്റർ നോട്ടീസ് ചെയ്തു. സാധാരണ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടി വെളിയെ എടുത്ത് ഓടിക്കാൻ പോലും പറ്റില്ല. ഒറ്റ കേസല്ലേ എന്തല്ലേ? അതൊക്കെയാണെങ്കിൽ എവിടെ നല്ല ഫൈൻ കിട്ടുന്ന. ഇവർ അങ്ങനെയൊന്നും ഇല്ലടി. ഇവർ ജസ്റ്റ് നമ്പറില്ല, റാഷ് ഡ്രൈവിങ്,
അവൈപ്പിരിക്കുമായിരിക്കും. ഒന്നുമില്ല, ഒരു ഇതുമില്ല. അതേപോലെ ഹോണടി ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ഹോണടി ഭയങ്കര ഹോണടിയാണ്. കേരളത്തിൽ ആരും ഹോണടിക്കുന്നത് വളരെ കുറവാണ്. അത്ര ഇതാണെങ്കിൽ മാത്രമേ. ഇപ്പോഴാണ് കുറവായത് തന്നെ. നേരത്തെ നല്ല പണ്ടും നല്ല ഹോണടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഡ്രൈവിംഗ് ഇക്വിറ്റി പ്രകാരമാണ് ആരും ഇങ്ങനെ എല്ലാത്തും ഹോൺ അടിക്കുന്നില്ല. ശിവർ നല്ല ഹോണടിയാണ് ചെറുതായിട്ടൊക്കെ. ഇവിടുന്ന് നേരെ 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 ആ അത് തിരുമലക്കോവിൽ അങ്ങോട്ട് പോകുന്നത്. ഹെൽമെറ്റ് ഒന്നും ഇല്ല, ഹെൽമെറ്റും ഇല്ല, നമ്പർ പ്ലേറ്റും ഇല്ല. വണ്ടി പെട്രോൾ അടിക്കുന്ന ഓർമ്മ. ഒരു പെട്ടിയോട്ടം ഉണ്ട്. അതിന്റെ ക്ലിപ്പ് കിട്ടുവാൻ ഞാൻ കാണിച്ചേക്കാം. അതായത് ഫ്രണ്ടിൽ ആൾക്കാരെല്ലാം ഉണ്ട്, ബാക്കി രണ്ട് പിള്ളേര് ഒരു പട്ടി ക്രോസ് ചെയ്യുന്ന പട്ടി നീട്ടി വിളിച്ച് ഡിക്കി എല്ലിട്ടേക്കുന്ന പിള്ളേർ. ഇതൊക്കെ അവിടെ വല്ലതും കാണുവാണെങ്കിൽ എന്തൊക്കെ കേസാവും, മീഡിയക്കാരെടുക്കും, പിന്നെ ചർച്ചയായി എന്തൊക്കെ കാര്യങ്ങളറിയും. പക്ഷെ അതൊന്നുമില്ല. പിന്നെ പിന്നെ വേറൊരു സാധനം, ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ മുതിര അതൊക്കെയാണെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് കുടഞ്ഞിങ്ങനെ എടുക്കുവാണെങ്കിൽ കിട്ടും. അപ്പൊ പെട്ടെന്ന് പൊഴിച്ചെടുക്കാൻ എളുപ്പത്തിലാണ് അവരുടെ വാരി കിട്ടുന്നതെന്ന് ഞാൻ നേരത്തെയൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇതിപ്പോൾ നമ്മൾ അച്ചൻകോവിലിൽ നിന്ന് പോകുന്ന റൂട്ടാണ് പോകുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതേപോലെ ഇഷ്ടം പോലെ സംഭവമുണ്ട്. ഓർമ്മ ഉണ്ട്, അതായത് നമ്മൾ സിദ്ധാർത്ഥ ഈ വഴി ഇറങ്ങി വന്നായിരുന്നു പ്രാവശ്യം അച്ചൻകോവിൽ അമ്പലത്തിൽ പോയിട്ട് ബൈക്കിൽ ഞങ്ങൾ പോയപ്പോൾ. അന്ന് വേറൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ. അപ്പം ഇറങ്ങി വന്ന സമയത്ത് വണ്ടി എന്തോ ഓഫായി, പിന്നെ ഓണായില്ല. പിന്നെ കുറേ സമയത്ത് കാണിച്ചിരിക്കാതെ വണ്ടി ഓണായിരുന്നു. ഇപ്പം അത് ഓർക്കുന്നു. അന്ന് വന്ന സമയത്ത് വേറെ മൊത്തം റോഡ് പണിയായിരുന്നു കേട്ടോ. ഞാൻ അടിച്ചപ്പോൾ വൃത്തിയൊക്കെയായി സെറ്റായിരുന്നു. എവറാ ഇത് കേരളത്തെക്കാൾ കണക്കെന്ന രീതിയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. നോക്കട്ടെ അത്രയും ഭാഗമുള്ള അതോ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നോക്കിയിട്ട് ഞാൻ മേലേക്ക് എന്ത് പറയാം. അതിപ്പോൾ നല്ലൊരു ഹെയർ പിൻ കയറ്റമുണ്ട്, കാരണം ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ ഹെൽമെറ്റ് ഇല്ലാത്തവരെ ആ ചെക്ക് പോസ്റ്റിൽ പിടിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് അന്ന് വന്നപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇതേപോലെ ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറി പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് ഇല്ലാത്തവരെ ആ ചെക്ക് പോസ്റ്റിൽ പിടിക്കുന്നുണ്ട് അന്ന് വന്നപ്പോൾ. ഇപ്പോഴത്തെ ആരെയും കണ്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥരും ആരും കണ്ടില്ല. ഈ താഴെ മാത്രമേ ഉള്ളൂ തോന്നുന്ന അത്രയും വല്ലാതെ ചെറിയൊരു ഭാഗം. ബാക്കിയെല്ലാം താഴെ കല്യാണം വല്ല അതോ ഇത് മേലെ റിസോർട്ടൊക്കെയാണ്. ഒരു കാറ്റി കയറി പ്രീതി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇത്ര ചെറിയൊരു ഭാഗം കണ്ടതേ ഉള്ളൂ. നല്ല സ്ഥലമായിരുന്നു. റോഡ് അവരെ വരെ വലിയ നോർമൽ വീതിയുള്ള ഒരു റോഡ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ചെറുതായിട്ടൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു കോഴി കോർട്ടായമല്ല, അങ്ങനെ വരുന്നത്. റോഡ് കുറച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ചെക്ക് പോസ്റ്റ് ഇപ്പം റീച്ചായി. ആ ചെക്ക് പോസ്റ്റിലാണെങ്കിൽ ഞാനത് വീഡിയോ പറഞ്ഞു തോന്നുന്നു. നമ്മൾ ഏറ്റവും ആ കയറ്റം എല്ലാം മേളിൽ കയറി ചിലപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചിലപ്പം ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് ഓഫീസർ പറയുന്നത് പോലെ പേരും എല്ലാം ഒന്ന് കുറിക്കാൻ പറയും. സ്വാഭാവികമായി പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പേരും നമ്മുടെ ഫോൺ നമ്പരും ഒന്ന് അഡ്രസ്സും ഒന്ന് കുറിക്കുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് ക്യാഷിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. പുള്ളിക്കാരൻ വന്നപ്പോൾ നല്ല രീതിയിൽ വളവുണ്ട്. ശ്രദ്ധിക്കാതെ വല്ല ഒത്തിരി ഒരു പോയി ആക്സിഡൻ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു പുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റായിട്ട് മെൻഷൻ ചെയ്തത് പോലെ. സോ എന്നവർ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യാം.
ഇതാണ് ഈ കോമൺ യെല്ലോ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. ഇത് വെസ്റ്റേൺ ഘാറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് വരുന്നത്. നോർത്തിലോട്ട് കുറവാണ്, സൗത്ത് ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇത് നമ്മൾ അത്ര ക്രൗഡായിട്ട് കാണുന്നില്ല. നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇത്രയും ഓവർ പോപ്പുലേറ്റ് ആയിട്ട് പോലും തോന്നുന്ന രീതിക്ക് ഇവരാണ് ഉള്ളത്. പക്ഷേ ഇവരാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റും ആപ്റ്റായിട്ട് വളരാൻ പറ്റുന്ന സ്ഥലമല്ല ഇതാണ്. സോ നമ്മളങ്ങനെ അച്ചൻകോവിൽ അമ്പലത്തിൽ എത്തി. എനിക്ക് തോന്നുന്നു 12:30 അമ്പലം അടയ്ക്കുന്നതായിരുന്നു, കറക്റ്റ് അറിയത്തില്ല. വേറെ പാർക്ക് ചെയ്തിട്ട് ഇനി നോക്കാം, അല്ലാതെ പാർക്ക് ചെയ്യാം. ആ കാര്യത്തിൽ അമ്പലം അടച്ചോ എന്തോ അറിയാമെന്നും വില നോട്ടെ. എൻ്റെ വെയിലത്ത് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഇപ്പം ഫസ്റ്റ് ഗിയറായി അതിലത്തെ ഗിയർ. അങ്ങനെ അമ്പലത്തിൽ തൊഴിലിപ്പോൾ ഇറങ്ങി. ഭയങ്കര വെയിലാണ്, ചെറുതായി തലവേദന എടുക്കുന്ന പോലെ എന്തോ അറിയാൻ മേല. ഐസ് കറണ്ട് വീണ്ടും ഇറങ്ങി അങ്ങനെ വീണ്ടും ഇറങ്ങി കയറിയൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നുണ്ടാന്ന് തോന്നുന്നു, അറിയാൻ മേല. വെളുത്ത കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അലങ്കാര കോഴിയാണ്, നല്ല ഒരെണ്ണം കോഴിയല്ലേ സാധാ. സോ ഇതാണ് ഇവിടുത്തെ രഥം. ഓക്കെ, 3 കിട്ടി. അവർ നാരങ്ങ വെള്ളം കുടിച്ച് ഒരു വടകം കൂടെ കഴിച്ച് എൻ്റെ ഇടയ്ക്ക് വിട്ടാൽ എന്തോ കൈ കാത്തിയോ ഇത് അതെന്തോ പറയുമല്ലോ, കൈ കാത്തിയോ. കൈ നോക്കിയല്ല, വേറൊരു എന്തോ ഒരു ശൈലി പറയാം, കാക്കാത്തി. അങ്ങനെ പുറകെ കൂടിയേക്കുവാ. അങ്ങനെ ഇപ്പം അവർ സ്കൂട്ടായി ഇപ്പം കാറിന് ഇങ്ങോട്ട് ഓടി വന്നേ. കാർ ഇപ്പം പറയാൻ ചോറുണ്ടോന്ന് ഇല്ലയോ, തണലത്തായിരുന്നു. ഇല്ല, ചൂടില്ല. ചൂടുണ്ടോ? ആ, ചൂടില്ല. അതായിരുന്നു. എന്നാലും നമ്മളിങ്ങോട്ട് വരുന്ന വഴി നമ്മൾ ഇഷ്ടംപോലെ പൂമ്പാറ്റൊക്കെ വന്നു. തിരിച്ച് നമ്മൾ ഇവരിൽ നിന്ന് ഇനി വീണ്ടും എവിടെയായിരുന്നു, തിരുമലക്കോവിൽ അവിടെ പോവാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഇനി നമ്മൾ തിരുമലക്കോവിലിട്ട് പോവാണ്. വെള്ളമുണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഇതുപോലെ ഈ ശലഭങ്ങൾ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പോട്ട് കിട്ടുമെന്ന് ഇറങ്ങി കുറേ ഷൂട്ട് ചെയ്യണം. വഴി പറഞ്ഞ പോലെ. പിന്നെ അങ്ങനെ ഇതിനു മുമ്പ് 2 സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്താമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ വെച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങാം. പക്ഷേ ഞാൻ പോയി തുറന്നിട്ട് തരാമേ. കാർത്തികേ ദാണ്ട്ര ഇഞ്ഞു മാറാ. അവന്തി
ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ജാവുവാണ്. ഇതൊന്നും ഇല്ലല്ലോ. നല്ല രസമാട്ടോ അവരിങ്ങനെ. കാത്തി പറ്റുന്നോ. ഇതിനെ പറത്തുന്ന ഒരു വീഡിയോ എടുക്കാം. ടൗണിനോട് വരും, ടൗണിനോട് ക്യാപ്ചർ ചെയ്യണം. ഇത് കണ്ടോ, ജീരകമുട്ട റൊട്ടുള്ളൊരു കല്ല് ഇപ്പം കിട്ടിയതാ. കേറി അങ്ങനെ നമ്മള് കുമ്പാവലത്തെ വെള്ളച്ചാട്ടം ഇറത്തി. പക്ഷേ ഇപ്പോൾ അറച്ചേക്ക് വന്നു തോന്നുന്നു, കാര്യമില്ല. നോക്കി വെള്ളമില്ലല്ലോ, ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ടും കാണില്ല, മൂട്ടിയിട്ടേക്കുക. അതേപോലെ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞ സ്റ്റേഡിയം മറ്റൊരു വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു. ആരും അത് ചെയ്യുവാണെങ്കിൽ നല്ല ക്ലാസ് സാധനമൊക്കെ ചെയ്യാവൂ. അതേപോലെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് ആർക്കുമേറെ സൗണ്ട് സിസ്റ്റം ആയിരുന്നു. ടോട്ടലി വേസ്റ്റ് ആയിപ്പോയി. അതായത് ഓഡിയോ ക്വാളിറ്റി ഭയങ്കര ഷോവായിപ്പോയി. ഇങ്ങനെയുള്ള കുറേ തേർഡ് പാർട്ടി ആൻഡ്രോയിഡ് സ്റ്റേജസ് ഒക്കെ കുത്തിപ്പൊക്കെ എന്ത് വെക്കുമ്പോൾ അല്ല ചെയ്യുക. നിങ്ങൾ പ്രത്യേക ഓഡിയോ സിസ്റ്റം ചെയ്താൽ മാത്രമേ നല്ല ഓഡിയോ കിട്ടൂ. ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റില്ല. അതായത് ഇപ്പം സിംപിളി പറയുകയാണെങ്കിൽ, വലിയ താരതമ്യം പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഇപ്പം ഇതിനകത്തുനിന്ന് കേൾക്കുന്ന ഓഡിയോ ആയിരിക്കട്ടെ, ഇപ്പം കാറിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഡിയോ പോലെ. അതായത് 150 രൂപ ചുമ്മാ ഒരു ബ്ലൂടൂത്ത് സ്റ്റീരിയോ വാങ്ങിച്ച് 2 ബ്ലൂടൂത്ത് മൊഡ്യൂൾ കിട്ടുമല്ലോ, അതിനകത്ത് 2 സ്പീക്കർ കണക്ട് ചെയ്യുന്ന പോലെ ഇരിക്കുന്നു. ഇപ്പം ഇതിനകത്തുള്ള ഔട്ട് എത്രയൊക്കെ കസ്റ്റമൈസ് കിട്ടും, ഇതിനകത്ത് ഒരു 60,000 നല്ല ഔട്ട് കിട്ടുന്നില്ല. വലിയൊരു ഹെയർ പിൻ ഇപ്പോൾ തിരിഞ്ഞു വരും. സോ അതൊന്ന് എല്ലാവരും ഒന്ന് തേർഡ് പാർട്ടി ഈ രീതിയിലുള്ള ചുമ്മാ ഡൂപ്ലി ആംപ്ലിഫയർ ഒക്കെ വെക്കുമ്പോഴത്തേക്ക് എന്നാൽ കൊള്ളാവുന്ന രീതിയിലുള്ള സാധനം ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും ആ കറക്റ്റ് ആർക്കുമേറെ സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് വരുന്ന ആ ഒരു ക്വാളിറ്റി സാധനം പിന്നെ വരണമെങ്കിൽ നമ്മൾ വീണ്ടും എക്സ്റ്റൻഡ് ആംപ്ലിഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഡാം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോൾ ഡാം. ഇതാണ് അടവൈതനാർ ഡാം. അടവി നെയ്നാർ ഡാമോ സംതിങ് തന്നെ. കറക്റ്റ് പുറത്തേക്കാ. കറക്റ്റ് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ വന്നതായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ കണ്ട വക ഇങ്ങനെ ഉഴുതിട്ട് നെല്ലിന് വേണ്ടി അത് പാകമാക്കുന്നേ ഉള്ളായിരുന്നു. ഏറ്റവും സ്ഥലം കേട്ടോ. അതാണ് ഡാം. പിന്നെ ഹമ്പുണ്ട്, വീട്ടലിച്ച് പോലെ അറിയത്ത് പോലെ. ഞാനും കാർത്തികും സിദ്ധാർത്ഥും റൈകളുടെ വന്നായിരുന്നു നേരത്തെ. ഞാനും ഇവൻ സിദ്ധാർത്ഥ പറഞ്ഞ മണ്ടേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തേ. കയറാനുള്ള വഴിയുണ്ട്, ആ വഴി കയറാൻ കുഴപ്പമൊന്നുമില്ല. കണിക്കൊന്ന് നടക്കുന്നുണ്ടോ? കണിക്കൊന്ന് നടക്കുന്നുണ്ടോ? ഡാമിലെ വെള്ളം തീർന്നാൽ ഈ ഡാമിൽ നിന്ന് ഒരു വെള്ളം എടുക്കും. ഇതിനകത്ത് അത്രയൊന്നും കിട്ടത്തില്ല. മഴ അല്ല ഡാമല്ല. സോ അങ്ങനെ നമ്മളിപ്പം ഡാമിൽ അങ്ങോട്ട് എത്തി. കട്ടിങ് ഇവിടെ കയറണമൊന്നുമില്ല, നമ്മൾ വണ്ടി ഒന്നും ചടിക്കറിയല്ല. പക്ഷെ ഇനി ഈ വെയിലത്ത് ഇപ്പോൾ ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ പാർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ വഴിയാന്ന് കയറി. ഈ വഴിയോ ആ വഴി എന്തോ ചാടി കയറിയതാ. ഞങ്ങളന്ന് അതിൻ്റെ മണ്ടയിൽ പോയി കയറി അങ്ങറ്റത്ത്. പക്ഷെ ഞങ്ങൾ പിന്നെ ഇവിടുത്തെ എല്ലാവരും ചാടി ഒന്ന് കയറുമായിരുന്നു. അവൻ ഞങ്ങളും പോയി കയറിയതാ. എല്ലാവരും അവിടെ ഒന്ന് കയറുന്നുണ്ടായിരുന്നു. സ്റ്റെപ്പൊക്കെ ഉണ്ടാകും, കയറാൻ പറ്റും. പക്ഷേ നല്ല വ്യൂ കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ തെറ്റായില്ലെങ്കിൽ കാണാൻ വേണ്ടി. യെസ് യു ആർ റൈറ്റ്. ആ ഫോട്ടോനെ കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ. ഒരു കൊക്കിനെ കിട്ടി. ഇവരൊന്നും ഉള്ളതല്ല, നമ്മുടെ കേരളത്തിൽ ഉള്ളതൊന്നും അല്ല. ഇപ്പോൾ ദേശാടന പക്ഷിയാന്ന് പറഞ്ഞു. അവങ്ങനെ അതിനെ എടുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവരൊക്കെ ബൈക്ക് ഇറങ്ങുന്നു കേട്ടോ. താഴെയൊക്കെ ബൈക്ക് ഇറങ്ങേണ്ടി വരും. വണ്ടി കഴുകാനും മീനെ പിടിക്കാനും ഒക്കെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചെയ്യുമത്. ഞങ്ങളൊന്നും നമുക്ക് കണ്ടായിരുന്നു. എങ്ങനെ ഇറക്കുമെന്ന് അറിയില്ല. എങ്ങനെ ഇറക്കം ചെല്ലുമെന്ന് ഇതേ കാണാം ആയിരിക്കും.
അവരെങ്ങനെ ഇറക്കുന്നൊക്കെ പറ്റുന്ന കഴിവുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവരുടെങ്കിൽ അങ്ങോട്ട് പോവാം. ആ ബൈക്ക് സോ നമ്മളിവിടുന്ന് സ്കൂട്ടാവുക. അതാണ് സാധനം. ഒന്ന് നിർത്താന്ന് വെച്ചാൽ അതാണ് സാധനം. തിരുമലക്കോവിലേക്ക് പോവുകയാണ് ഇനി. നമുക്ക് ഇവിടുന്ന് അമ്പലം കാണാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടോ ആ ചെറിയൊരു പുഞ്ഞായം പോലെ ഇറക്കുറ, അതാണ് അമ്പലം. നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങളങ്ങനെ കണിക്കൊന്ന കണ്ടുകൊണ്ട് കണിക്കൊന്ന കണ്ട് ഓടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കാർത്തികോ മുൻകൈയെടുത്ത് ഇറങ്ങി. ആരെങ്കിലും അടിക്കുകയോ എന്തുവാ പോയാ കിൻഫിക്ഷറിനെ കണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ പാറ്റി പോയി. വലിയ വെയിലില്ല കേട്ടോ. വെയിൽ അധികം എന്തെങ്കിലും കാറ്റുണ്ടായതിൻ്റെ വല്ലാതെ എഫക്റ്റ് അടിക്കുന്നില്ല. എന്തോ ഒരു പ്രത്യേക തരം കളർ. കണ്ണാടി വെച്ചതിൻ്റെ ഒക്കെ മാറി. ഇതൊക്കെ കനാലിൽ എന്തോ പരിപാടി വയ്ക്കാൻ തോന്നുന്നു. വിശദമാണോ? പറിച്ചു ഞങ്ങളെങ്കിൽ പറിച്ചിട്ട് വരാം. വിശറൊന്നല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കുറേ ഓടിച്ചെടുത്തില്ല. അവൻ്റെ കുറേ ഉണ്ട്. എൻ്റെ വെച്ചാൽ ഈ പ്രാവശ്യമുള്ള കറക്റ്റ് സീസണായിട്ട് പൂത്തേ തോന്നില്ലയോ? നേരത്തെ അല്ല, വിഷുവിന് മുമ്പ് അങ്ങ് പൂത്ത് അങ്ങ് കൊഴിഞ്ഞു പോകുന്ന വിഷറായിരുന്നു. എൻ്റെ മൊത്തം വലിയ കൂറുണ്ടായിരുന്നു. നമ്മൾ അന്നും അന്ന് ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ഇത് നല്ല ഉഴുതൊക്കെ ഇട്ട് സെറ്റായിരുന്നു. ഇത്ര ഇതൊന്നും ഇല്ല. നിങ്ങൾ വൈകിട്ടായിരുന്നു വന്ന്. ഈ നട്ടുച്ച പോലെ സമയത്തൊന്നും അല്ല വന്ന്. കിട്ടിയ കണിക്കൊന്നെല്ലാം കൂടെ ഇതിനകത്തങ്ങ് വെച്ചു. ഇതിലൊരു മിസ്റ്റി ഫോഗ് എഫക്റ്റ് പോലെ ലെൻസിനകത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അതും ഇറങ്ങി വെച്ചു. ഇനി ഗ്ലാസ് തുറന്നാ വെളിയിൽ പോവും. കാണാൻ നല്ല രസമുണ്ടാണ്. കാണിച്ചേ ഇരട്ട വലിച്ചക്കഴിഞ്ഞ് പോവാ. ഇരട്ടല്ല, വലത്ത് വലിച്ചു പോകും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം. ഇത് ഏത് വഴി? അപ്പൂപ്പ എപ്പോഴാ അറിഞ്ഞേ? നമ്മളങ്ങനെ താഴെ എത്തി. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താണ് കയറുന്നത്. അല്ല, സോ നമ്മളിപ്പോൾ സമയം 1:45. നാലിലേക്ക് തുറക്കത്തോളന്ന്. സോ അതായത് നേരത്തെ ഇച്ചിരി പെട്ടെന്ന് വന്നു പറഞ്ഞത് 4:00 ഇനി തുറക്കത്തുള്ളൂ. അതായത് അത്തക്കാൻ സമയം സംതിങ് എന്തോ ആയെന്ന് തോന്നുന്നു. നമ്മൾ അമ്പലത്തിൽ ഇപ്പോൾ എത്തി. അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ ഇച്ചിരി താമസിച്ചു പോയി. ഓൾറെഡി മറ്റേ ഡാമിൻ്റെ അവിടെ ചെന്നുകൊണ്ട് ഒരു 10-15 മിനിറ്റോളം താമസിച്ചു പോയി. അങ്ങനെ അരമണിക്കൂറോളം താമസിച്ചു പോയി. 2 മണിയായപ്പോഴാണ് അമ്പലം അടയ്ക്കുന്നത്. നമ്മൾ ഈ മലയെല്ലാം കയറി വന്നപ്പോഴത്തേക്കൊരു കറക്റ്റ് 2 മണി 1 മിനിറ്റായി. അങ്ങനെ അത് അമ്പലം അടച്ചു പോയി. എന്നാലും ബാക്ക് കയറാൻ കയറാമെന്ന് ചെന്നപ്പോഴത്തേക്ക് അമ്പലം അകത്ത് മൊത്തം ശ്രീകോവിൽ എല്ലാം ക്ലോസായി. അങ്ങനെ ഇപ്പോൾ നിൽക്കുക. നീ ഇവിടുന്ന് കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ട് മേടിച്ചുകൊണ്ടെങ്കിൽ അത് ഇറങ്ങി പോകാൻ വെച്ചു. ഇനി കഴിച്ചില്ല, കഴിക്കണം. അവരിപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ഇറങ്ങാം. അങ്ങനെ ഫോൺ എടുക്കാൻ വന്നതാണ്. ഫോൺ അകത്ത് കയറ്റില്ല, വീണ്ടും നമ്മൾ താമസിക്കത്തില്ല. അതുകൊണ്ട് ഫോൺ എടുക്കാതെ വന്നു. നല്ല വെയിലാണ് ഇപ്പം. ഇതിപ്പോൾ കണ്ടില്ലേ കുറേ പേര് കലശമൊക്കെ ചുമണ്ടോ. എനിക്ക് തോന്നുന്നു ഒരു മുരുകൻ്റെ അമ്പലമായ പഴനി പോകാൻ തോന്നുന്നു. ഈ കറക്റ്റ് അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ആർക്കും അറിയാവുന്നവരും ജസ്റ്റ് അതിനെപ്പറ്റി നിന്ന് ജസ്റ്റ് കമൻറ്റും രേഖപ്പെടുത്തുക. എന്താ സംഭവം? പാനറോമേ
24-ൻ്റെ അൾട്ര. നമ്മളങ്ങനെ മറ്റേ വഴി കയറി ഇനി ഈ വഴി ഇപ്പോൾ ഇറങ്ങി പോവുക. പക്ഷെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അരളിപ്പൂ കേട്ടോ. അരളിപ്പൂ നല്ല ശരിക്കും ഇവിടെയൊക്കെ അരളിപ്പൂ അത്യാവശ്യം നല്ല വിഷയമായിരുന്നല്ലോ ഇറക്കി വെച്ച് കേരളത്തിലൊക്കെ. അതൊക്കെ കഴിക്കുകയും അത് കാരണം ഒത്തിരി അധികം പേർ മരണപ്പെടുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇവിടെയൊക്കെ അരളിപ്പൂ ചുമ്മാ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? ഓ നിൽക്കാൻ വയ്യ. റോഡ് എല്ലാം ചൂടാട്ടോ. അങ്ങനെ കാറിൻ്റെ അടുത്തൊക്കെ വന്നു. ആ വഴി കയറിപ്പോയി. ഇല്ലേ വഴി ഇറങ്ങി വന്നു. ഇറങ്ങി വാ. ഇനി അവനൊരു ഫോട്ടോ എടുക്കണം. അതുകൊണ്ടൊക്കെ എൻ്റെ കാരണം ചോദിച്ചായിരുന്നു. ബ്ലൂടൂത്തോ വെയിൽ കാരണം വെളി നിൽക്കാൻ വയ്യ. തറയങ്ങ് കാൽ ചവിട്ടാനേ വെച്ചിരിക്കുന്നതാണ്. അമ്മാതിരി ചൂട്. പക്ഷേ വണ്ടിക്കകത്ത് ഫിലിം മുട്ടിച്ചോണ്ട് ഭയങ്കര ആശ്വാസം. സാധാരണ എൻ്റെ ഇല്ല. സാധാരണ അങ്ങനെ വന്ന് കയറാൻ പറ്റില്ല, ഡയറക്റ്റ് കയറാൻ പറ്റില്ല. അന്ന് കറക്റ്റ് ഒരു വീഡിയോ പറയാതെ നമ്മളൊന്ന് അമ്പലത്തിൽ പോയൊരു വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അമ്പലം സോ അങ്ങനെ നമ്മളാണെങ്കിൽ പറഞ്ഞെന്താ കാര്യം പറഞ്ഞു പോയി. ബേസിക്കലി അപ്പം ഒരു വേറൊരു വ്ളോഗറിനെ കണ്ടുമുട്ടി. ആരെന്നാ എന്തോ വെച്ച് കിട്ടിട്ട് ഇല്ല ആരുടെ ആയിരുന്നു പറഞ്ഞത്. മനുഷ്യൻ അതാണോ? 24 ചുമ്മാ വന്ന് നീ കേറി കഴിഞ്ഞല്ല നമ്മളെ. ഞാൻ നമ്മളെ വണ്ടി എടുത്ത് വെള്ളം കുടിക്കാൻ വന്നു കേട്ടോ. എന്താ ഈ ആദ്യത്തെ ഇവരെ താഴെ വെള്ളം വെള്ളം കുടിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഞാൻ ഓൾറെഡി മറന്നുപോയി. അമ്പലത്തിന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അന്ന് ഈ വണ്ടി AC ഇട്ട് ദൂരം തുറന്നിട്ട് ഇട്ടാണ് ഞാൻ. ഏതാ കയറാൻ പറ്റത്തില്ല, പുഴുന്ന വണ്ടിയായിരുന്നു. ഇന്ന് ഈ വെയിലത്ത് കിട്ടുപോയാൽ. പക്ഷെ ഇന്ന് ഡയറക്റ്റ് വന്ന് കയറാൻ പറ്റും. AC ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. അത്രയ്ക്കും നല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് ക്യാബിൻ്റെ അകത്ത്. ഇനി ഇറപ്പുവാ ശരി കേട്ടോ. നമ്മളങ്ങനെ അവിടെ ഒരു ചാമ്പ വാങ്ങി. എന്തെടുക്ക ചാമ്പയ്ക്ക വാങ്ങി. നമ്മളങ്ങനെ അവിടെ ഒരു ചാമ്പയ്ക്ക വാങ്ങി. ഇത് ആപ്പിൾ ചാമ്പയ്ക്ക ഒന്ന് കാണിച്ചത്. ആപ്പിൾ ചാമ്പയ്ക്ക ഇതില്ല മറ്റേ ഉണ്ടോ കേട്ടോ. ഉണ്ടോ? 23 രൂപ. നോക്കട്ടെ ഒരു മാങ്ങ വാങ്ങിയായിരുന്നു. ഈ മാങ്ങ ഇത് സിന്ദൂര മാങ്ങ വാങ്ങി. അഥവാ 1 കിലോ 50 രൂപ. അല്ലാതെ മറ്റേതായിരുന്നു 70 മറ്റേതായിരുന്നു സപ്പോട്ട അല്ല. സപ്പോട്ടൊക്കെ 70. സപ്പോട്ട 1 കിലോ 70. സിന്ദൂരം എന്ന് പറഞ്ഞാൽ ഇതത്ര സുഖമില്ല കഴിക്കാൻ കേട്ടോ. അതേപോലെ കാർത്തിക ഉണ്ടോ? കാർത്തിക പറ്റി ചാമ്പയ്ക്ക ഉണ്ട്. ഇതിനേക്കാൾ നല്ലതാണ്. അത്ര സുഖമല്ല കഴിക്കാറ്. നമുക്ക് കാളവണ്ടി കിട്ടി. കാളവണ്ടിക്ക് ടയർ ചെറിയ വ്യത്യാസം. ഇത് മോഡേൺ ടയറാന്നേ ഉള്ളൂ. തടി ടയറല്ല, അത്രേ ഉള്ളൂ. വലത്തോട്ട് നേരെ അതാ ജോയിന് പറഞ്ഞ വലത്തോട്ടല്ലയോ? തിരിയാണേ. അത് ചിലപ്പോൾ അങ്ങോട്ട് പിടിക്കാനായിരിക്കും. ഇതൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. അതുകൊണ്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു. ഇത് കേരളത്തിലാണെങ്കിൽ എന്തുമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. വേറെ ഒന്നും പറയണ്ട. അതുമല്ല എത്ര പേരായിരുന്നു അതിനകത്ത്. ഇപ്പം മറ്റേ റെയിൽവേ ക്രോസിൻ്റെ ഇറക്കുക.
സമയം 2:45. ഇത് കണ്ടോ, നമ്മളെ ഇപ്പം ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ന ഫണ്ടിൽ നിന്ന് എടുത്തു ഇന്ന രീതിക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കത്തില്ല. അതേപോലെ ഇവരെ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഒരു കുടം വെള്ളവും ഒരു ഗ്ലാസും വെച്ച് മൺചട്ടിക്കകത്ത്. അതായിരിക്കാൻ തോന്നുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുക അതേത് അമ്പലത്തിലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെതായിട്ട് പുള്ളിക്കാരൻ്റെ ഫോട്ടോയും ബോർഡും എല്ലാം ഫ്ലെക്സറും തൂക്കിയിട്ടുണ്ട്. 2 അല്ലേ അതല്ലേ അപ്പോൾ അത് തന്നെ പുള്ളി അപ്പോൾ അത് തന്നെ. അപ്പോൾ പുള്ളി അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോൾ ഉണ്ടാവുന്നതായിരിക്കും. അതായിരിക്കും ഇപ്പോഴെങ്കിൽ വെച്ച് ആൾക്കാരൊക്കെ വന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളം. കഴിക്കാനായിട്ട് 3 മണിയായി. കുറേ കട വെട്ടി, ഇപ്പോൾ ഒരു കട വെട്ടി. കാർട്ടീന് പൊറോട്ട ഉണ്ട്. നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയാവുന്നുണ്ട്. സാധനം വന്ന് മൊത്തം എക്സ്പ്രഷൻ എന്തൊക്കെയാണ് മനസ്സിലാവും. എന്തുകൂടെ ചട്നിയാണ്. എക്സോസ്റ്റ് ഉണ്ട്. കണ്ണടിച്ചിട്ട് എല്ലാത്തിനും കണ്ണടിക്കും. അതാണ്ട് ഇതൊക്കെ ഭയങ്കര കണ്ണടിപ്പ. ഞാൻ പോയി മോഹൻ കഴിക്കും. ഞാൻ കുത്തുറോട്ട ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇതാ സംഭവം ഒന്നും ഇപ്പം ഞാൻ ഞാനിപ്പോൾ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യം സാധനം കഴിക്കാം. കണ്ണടിച്ചിട്ട് നമ്മളെ കഴിച്ചിട്ട് എണീക്കുക. ഞാൻ ഒരു പെട്ടെന്ന് സംഭവിച്ചില്ല. അതായത് പുള്ളിക്കാരൻ പെട്ടെന്ന് 4 ഇൻഡിക്കേറ്റർ ചവിട്ടി നിർത്തി. മറ്റേ വെളിനാട്ടിലൊക്കെ വന്ന കൾച്ചറൊക്കെയാണ് സംഭവം. പക്ഷെ വളരെ വിരളമാണ്. ചിലപ്പോൾ ഞാൻ ചവിട്ടി നിർത്താൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന പതിവുണ്ട്. അല്ലാതെ ശുദ്ധം നയിച്ചു. അയ്യോ സ്ലോ ഡൗൺ ചെയ്യാമോ? ബാക്കി വണ്ടിയില്ലെങ്കിൽ പോട്ടെ 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 പോട്ടെ. നമ്മളങ്ങനെ കേരളം പിടിച്ചിരിക്കുന്നു. പട്ടി ചാവലേ കേരളത്തിൽ കയറി. കറുപ്പസ്വാമി ടെമ്പിളാണ് ഇപ്പോൾ കണ്ടത്. വളവൊക്കെ ഓവർത്തേക്കുന്നതൊക്കെ വരുന്നു. ഒരുത്തർ വളവൊന്നും ഓവർത്തേക്ക് ചെയ്യരുത് കുട്ടികളെ. ഇത് ഇവരൊക്കെയേ ഉള്ളു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പം ലുക്കൗട്ടിൽ വന്ന്, ലുക്കൗട്ട് എന്ന് പറയുമ്പം ചിലർക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പം തെമ്മല കഴിഞ്ഞ് കല്ലറ ഡാം കഴിഞ്ഞുകൊണ്ടുണ്ട്. കല്ലറ ഡാമല്ലേ അല്ലേ? കല്ലറ ഡാം കഴിഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ലുക്കൗട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ വന്ന റിനോവേഷൻ സമയത്ത് എന്തോ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നിന്നാണ് ഞാൻ വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇല്ല, പാങ്ങോം പാറയൊക്കെ ഒന്ന് കയറണം അവിടെ. ഇനി അത് നടക്കത്തില്ല. കാരണം കൊത്തു പൊറോട്ട കഴിച്ചതിക്ക് ചിക്കൻ കൂടെ കുറച്ച് കഴിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ കയറാൻ പറ്റില്ല. പക്ഷെ അവിടെ കയറുകയാണെങ്കിൽ നമുക്ക് ലുക്കൗട്ടും കല്ലറ ഡാമും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതികളായിട്ടില്ലാണ് വരുന്നത്. അവിടെ അമ്പലമുണ്ട്, അതുകൊണ്ടാണ് അത് പോകുന്നത്. താഴെ പോകാം പോന്നില്ലയോ? താഴെ ഇറങ്ങിയില്ല. താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. ടയേർഡായി പോയി എല്ലാവരും. ഇപ്പോൾ ചെറിയ വ്ളോഗ് കുഴഞ്ഞ് തലവേദന ഇട്ട് വയ്യ. അപ്പോൾ ഓക്കെ, ബൈ. അതുപോലത്തെ വരുന്നു. ഓ ഇഞ്ചേറില്ല പോലത്തെ. ശരി, ബൈ.